ഒരു ഋഷി ഒരു മന്ത്രത്തെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒരു വെറുതെ ഒരു പേരുകളെ കൊണ്ട് അമ്മാനമാടി ഒരു സ്തോത്രം എഴുതിയിട്ട് അതുകൊണ്ട് ഐശ്വര്യമാണോ? അതുകൊണ്ട് വശ്യാണോ? അതുകൊണ്ട് ഭേദനാണോ? അതുകൊണ്ട് കാരാഗ്രഹത്തിൽ നിന്നൊക്കെ മുക്തി കിട്ടി വരിക. അപ്പം അത് ശത്രുക്കൾ തമ്മിൽ കലഹിച്ചു പോവുക, ശത്രുക്കൾ മരിക്കുക, എല്ലാ സാധനവും ഒരു സാധനം കൊണ്ട് ചെയ്യുക. അപ്പം എഴുതി വെച്ചവൻ ആ ദേവതയായിട്ടുള്ള ബന്ധമെന്ന് നീ ഇയാളിത് എഴുതുമ്പം ഞാൻ ഈ ഫലത്തെ ചൊല്ലുന്നവന് മുഴുവൻ കൊടുത്തേക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഹനുമാൻ സ്വാമി, ചിരഞ്ജീവിയായിട്ടുള്ള സ്വാമി. അപ്പോൾ അദ്ദേഹത്തിന് ആ എഴുതിയവനുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും? അത് ചൊല്ലുന്നവർക്കെല്ലാം അതിന് പ്രത്യേകിച്ച് നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിച്ചോളൂ. ഞാനൊന്നും കേട്ടിട്ടൊന്നുമില്ല, ഞാൻ ചൊല്ലാറൊന്നുമില്ല, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ സാധനത്തിന് ചൊല്ലുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, കാണാതെ അറിയുന്നവരെയൊക്കെ അറിയാം. ദിവസവും ചൊല്ലുന്നവരുണ്ട്. ഞാനത് 1-2 തവണയൊക്കെ പാരായണം ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ